ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒരു ഇലയാണ് വെറ്റില എന്ന് നമുക്കറിയാം. ഇന്ന് പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് വെറ്റില എങ്ങനെ മുടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏത് പ്രായക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് താരൻ. തലയിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒരു നല്ല കുളിയൊക്കെ കഴിഞ്ഞ് തല തോർത്തി 5 മിനിറ്റ് കഴിയും മുൻപേ തുടങ്ങും തലയിലെ ചൊറിച്ചിൽ. താരൻ പലപ്പോഴും നമ്മുടെ മുടിയിഴകളെ വരണ്ടതാക്കി മാറ്റിക്കൊണ്ട് മുടിയുടെ തിളക്കവും ആരോഗ്യവും എല്ലാം നശിപ്പിക്കുന്നുണ്ട്. ഒത്തിരി നാളായിട്ട് വിട്ടുമാറാത്ത താരൻ തലയോട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കാനും അതുപോലെ മുടികൊഴിച്ചിൽ ഒരുപാട് ഉണ്ടാവാനും കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ പ്രതിരോധിക്കാനായിട്ട് ഒരു നല്ല പരിഹാരം രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെറ്റിലയാണ്. താരനെ പ്രതിരോധിക്കുമെന്ന് അവകാശപ്പെടുന്ന നിരവധി ഷാമ്പുവും ഉൽപ്പന്നങ്ങളും ഒക്കെ ഇന്ന് വിപണിയിൽ ലഭ്യമാണെങ്കിലും പലപ്പോഴും അവയിലെ രാസവസ്തുക്കളും പാർശ്വഫലങ്ങളും ഒക്കെ നിങ്ങൾ വീണ്ടും കൂടുതൽ കേടുപാടുകൾ വരുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു കാര്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടിയുണ്ട്. അതും കൂടി എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണം. ഈ ഒരു ഹെയർ മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഹെയർ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിനോടൊപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ കെമിക്കലായിട്ടുള്ള ഷാമ്പൂകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. 20 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് ഏതൊരു ഹെയർ മാസ്കും തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് കുറച്ച് നേരം മസാജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള മാസ്കുകളൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് സാധാരണ നോർമലായിട്ടുള്ള വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ നമുക്ക് കഴുകി കളയാം. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. താരൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വെറ്റില താളി, അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വെറ്റിലയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരുപാടൊന്നും വേണ്ട, ഞാനിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വെറുതെ എടുത്തു വെച്ചെന്നേ ഉള്ളൂ. 2-3 വെറ്റില എടുത്താൽ മതി ഇതിൽ നിന്ന്. മാത്രമല്ല, നമ്മൾ ആദ്യം ഈ ഒരു താളി അല്ലെങ്കിൽ ഈ ഒരു ഹെയർ മാസ്ക് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ആദ്യം തന്നെ മുടിയിൽ നിങ്ങൾ ഏത് എണ്ണയാണ് അപ്ലൈ ചെയ്യുന്നത് ആ എണ്ണ വെച്ചിട്ട് നന്നായിട്ട് മുടിയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം വേണം ഈ ഒരു ഹെയർ മാസ്ക് ചെയ്യാൻ. പലപ്പോഴും എണ്ണ തേക്കാതെ ഇരിക്കാറുള്ള ആളുകളുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ തലയിൽ എണ്ണ തേക്കുക എന്നുള്ളത് വേണം. കാരണം എണ്ണ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ ബാക്കി നമ്മൾ ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതിൽ നല്ല രീതിയിൽ മൈക്രോബിയൽ ഗുണങ്ങളൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ നമ്മുടെ തലയോട്ടിയിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് താരം മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറ്റിലതാളി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം 1 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ടത് വെറ്റിലയും അതുപോലെ തന്നെ ചെമ്പരത്തി ഇലയും ആണ്. ചെമ്പരത്തി ഇല ചെറിയ തളിരിലയും ഉപയോഗിക്കാം, അതുപോലെ വലുതായിട്ടുള്ള ഇലയും ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു 10-12 ഇല എന്തായാലും എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അളവെന്ന് പറയുന്നത് 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള അളവുകളൊക്കെ വ്യത്യാസപ്പെടുത്തി എടുക്കാം. താരം മൂലമുള്ള ചൊറിച്ചിൽ അസ്വസ്ഥതകൾ മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് വെറ്റില മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കൂടി ഉണ്ട്, താരനും ഇങ്ങനെ ചൊറിച്ചിലും ഒക്കെ വന്നിട്ട് മുടി കൊഴിച്ചിലും ഉണ്ട് ഒരുപാട് എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെമ്പരത്തി ഇലയും അതുപോലെ ഞാൻ വേറൊരു ഇലയും കൂടി ഇതിനകത്തേക്ക് എടുക്കുന്നുണ്ട്, അതും കൂടെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ വെറ്റിലയും ചെമ്പരത്തി ഇലയും ആവശ്യത്തിന് എടുത്ത് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കേശവർദ്ധിനി എന്നൊരു ഇലയാണ്. അങ്ങനത്തെ ഒരു ചെടിയുണ്ട്, ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പഴയ വീഡിയോസിലൊക്കെ ഉണ്ട്. കേശവർദ്ധിനി എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ഇല മുടി കൊഴിച്ചിലുണ്ടാവാതിരിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ എനിക്ക് താരം മൂലമുള്ള മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവുന്നവർക്കും ഈ ഒരു ഇല ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ചെടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതും കൂടി ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇനി ആർക്കെങ്കിലും ഈ ഒരു ചെടി കിട്ടിയില്ല അല്ലെങ്കിൽ ഈ ഒരു ചെടി വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഇത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് എത്തിച്ചേരുന്നതാണ്. താരൻ, മുടികൊഴിച്ചിൽ, വരണ്ട മുടി എന്നിവയ്ക്കെതിരെയുള്ള ഏറ്റവും മികച്ചൊരു ചികിത്സാവിധിയാണ് ചെമ്പരത്തി ഇലകളും വെറ്റിലയും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു താളി. പൊട്ടാസ്യം, നിക്കോട്ടിക് ആസിഡ്, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ B2, വിറ്റാമിൻ B1 എന്നിവ ഉൾപ്പെടെയുള്ള ഒത്തിരി വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഈ വെറ്റിലയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടിക്ക് ഒത്തിരി നല്ലതാണിത്. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഹെയർ മാസ്കുകളിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ വെറ്റില മാത്രമായിട്ടുള്ള ഹെയർ മാസ്ക് ആയിട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലും അല്ലെങ്കിൽ താരനൊക്കെ ഒരു പരിധി വരെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. തലയോട്ടിയിലെ ചൊറിച്ചിലുണ്ടാക്കുന്ന ഫംഗസുകളെ നശിപ്പിക്കുന്നതിനും അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ ഈ വെറ്റില ഒത്തിരി നല്ലതാണ്. മാത്രവുമല്ല, വെറ്റിലയിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ
ആരോഗ്യത്തിനാണെങ്കിലും അതുപോലെ നമ്മുടെ സ്കിന്നിന്, മുടിക്ക് എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യുന്നവയാണ്. വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്ന ഈ വൈറ്റമിൻസ് ഒക്കെ കൊളാജൻ എന്നതിൻ്റെ ഉൽപ്പാദനത്തിന്, പ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സി നമുക്കറിയാലോ മുടിക്ക് ഒത്തിരി ആവശ്യമായിട്ട് വേണ്ട ഒരു വൈറ്റമിനാണ്. വൈറ്റമിൻ സി മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും മുടിയുടെ വരൾച്ച ഒക്കെ മാറ്റി മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുകയും ചെയ്യും. അപ്പം മുടിക്ക് വേണ്ട പലതരം സപ്ലിമെൻറ്റ്സിൻ്റെ അഭാവം മൂലം നമുക്ക് മുടി വരണ്ടതാവുകയും അല്ലെങ്കിൽ ഈ മഞ്ഞുകാലത്തൊക്കെ മുടി അറ്റം പിളർന്ന് പൊട്ടി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല താരനും കൂടുതലായിട്ടും ഇങ്ങനെ മഞ്ഞുകാലത്ത് അങ്ങനെ തണുപ്പ് കാലത്തൊക്കെയാണ് കൂടുതൽ താരനൊക്കെ ഉണ്ടാവുക. നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ കഞ്ഞിവെള്ളം എടുത്തില്ല, ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഒരുപാട് തലേന്ന് പുളിച്ച കഞ്ഞിവെള്ളമൊന്നും അല്ല എടുക്കേണ്ട. നമ്മൾ അന്നുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇന്ന് ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം തന്നെ എടുത്തിട്ട് ചെയ്താൽ മതി. പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും പിറ്റേ ദിവസത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെയൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മളപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള മാസ്കുകൾ, ഹെയർ മാസ്ക് ചെയ്യുമ്പോൾ എന്തായാലും ഹെയർ ഓയിൽ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രസൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ഹെയർ ഓയിലാണോ അത് തന്നെ ഉപയോഗിക്കുക. കാരണം പലപ്പോഴായിട്ട് മാറി മാറി പലതരം എണ്ണകൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഈ താരനും മുടി കൊഴിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക.